Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ patient satisfaction surveys benefits for patients and hospital. Patient satisfaction survey ചെയ്യുന്നത് കൊണ്ട് ഹോസ്പിറ്റലുകൾക്കും അതുപോലെ തന്നെ പേഷ്യൻസിനുള്ള ബെനിഫിറ്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അതില് പേഷ്യന്റ് ലോയാലിറ്റി ആൻഡ് റിട്ടൻഷൻ പറഞ്ഞു, ഇൻക്രീസ്ഡ് പ്രോഫിറ്റബിലിറ്റി, എൻഹാൻസ്ഡ് സ്റ്റാഫ് മൊറൈൽ, ഹയർ പ്രൊഡക്ടിവിറ്റി നമ്മൾ പറഞ്ഞോ കഴിഞ്ഞ ക്ലാസ്സിൽ? കംപ്ലീറ്റ് വായിച്ചായിരുന്നോ ഹയർ പ്രൊഡക്ടിവിറ്റി? ഇവിടെ വരെയാണെന്ന് തോന്നുന്നു നമ്മൾ എടുത്തത് അല്ലേ? ആണോ? എടുത്തിട്ടില്ല? ഹയർ പ്രൊഡക്ടിവിറ്റി പറഞ്ഞില്ല? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഹയർ പ്രൊഡക്ടിവിറ്റി കേട്ടോ. നോക്കാം ഹയർ പ്രൊഡക്ടിവിറ്റി. Investing in training and software to make better the patient's experience can also increase staff. ഇത് ഇമ്പോർട്ടന്റ് ആണോന്ന്? ഇമ്പോർട്ടന്റ് മീൻസ് പോയിന്റ്സുകൾ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടൊന്ന് പഠിക്കുക. അതിന്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ പറഞ്ഞു തരാം കേട്ടോ. ടെൻഷൻ ആവുണ്ടാവും. ഈ ഒരു ചാപ്റ്റർ ആണെന്ന് എനിക്ക് അറിയാം, ടെൻഷൻ ഉണ്ടാകും. കുഴപ്പമില്ല, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം കേട്ടോ. ഇത് നമ്മളത് വായിച്ച് മനസ്സിലാക്കേണ്ട ഒരു ചാപ്റ്റർ ആണത്. ഓക്കെ. Investing in training and software to make better patient experience can also increase staff and provide productivity in the organization. അല്ലെ? അപ്പൊ നമുക്കറിയാം രോഗിയുടെ അനുഭവം മികച്ചതാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് പരിശീലനത്തിലൂടെയും ട്രെയിനിങ്സിലൂടെയും അല്ലെങ്കിൽ പുതിയ പുതിയ സോഫ്റ്റ്വെയർ ടെക്നിക്കുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അത് സ്ഥാപനത്തിന്റെ ഒരു എടുത്തതാണെന്നാണോ പറഞ്ഞത്? ഹയർ പ്രൊഡക്ടിവിറ്റി പറഞ്ഞതാണോ കഴിഞ്ഞ ക്ലാസ്സില്? ഇനി റെപ്യൂട്ടേഷൻ അല്ലേ? അതാ ഞാൻ ചോദിച്ചത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു ഹയർ പ്രൊഡക്ടിവിറ്റി വരെ പറഞ്ഞതാണ്. ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഞാൻ വായിക്കണമെന്നുള്ളൂ. അടുത്തത് റെപ്യൂട്ടേഷൻ എടുക്കാം. ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. ഇൻവെസ്റ്റിംഗ് ഇൻ ട്രെയിനിങ് ആൻഡ് സോഫ്റ്റ്വെയർ ടു മേക്ക് ബെറ്റർ പേഷ്യന്റ് എക്സ്പീരിയൻസ് ക്യാൻ ഓൾസോ ഇൻക്രീസ് സ്റ്റാഫ് ആൻഡ് provider productivity in the organization. For example, if hospital executes secure online appointment scheduling, patient messaging, staff may spend at 50% less time on phone with the patients. Consequently, staff can perform extra tasks. Online appointments, messages, നമുക്ക് പേഷ്യന്റിന് നമുക്ക് അയക്കാവുന്ന നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അത്. Then decide when a hospital lessen the patient no show and late cancellation. Hospital have less time in scheduling and can maximize the patient time and related billing. ഹോസ്പിറ്റലിന് ക്യാൻസലേഷൻസ് ഒന്നും വരാത്തതിനാൽ നല്ലൊരു പ്രൊഡക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഓക്കെ, ദെൻ നമുക്കിനി അടുത്തത് എടുക്കാനുള്ളത് റെപ്യൂട്ടേഷൻ ആണ്. റെപ്യൂട്ടേഷൻ റെപ്യൂട്ടേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ അതിന്റെ മലയാളത്തിൽ പറയാ? റെപ്യൂട്ടേഷൻ റെപ്യൂട്ടേഷൻ കേട്ടിട്ടുണ്ടോ ആ ഒരു ടേം? പ്രശസ്തി അല്ലെങ്കിൽ സെൽഫ് പേര് എന്ന് പറയാം, പ്രശസ്തി എന്നൊക്കെ പറയാം അല്ലെ? നോക്കാം എന്താണ് റെപ്യൂട്ടേഷൻ എന്ന് നോക്കാം കേട്ടോ. റെപ്യൂട്ടേഷൻ ആർക്കായിരിക്കും? പേഷ്യന്റിനായിരിക്കും? ഹോസ്പിറ്റലിനായിരിക്കോ റെപ്യൂട്ടേഷൻ ലഭിക്കുക? ആർക്കാണ്? പേഷ്യൻസിനാണോ ഹോസ്പിറ്റലിനാണോ? യെസ്, ഹോസ്പിറ്റലിനാണ് ഒരു പ്രശസ്തി കിട്ടുന്നത്. എന്തിലൂടെ? അവരുടെ സേവനങ്ങളിലൂടെ അല്ലെ? ഹോസ്പിറ്റലിന്റെ സർവീസുകളിലൂടെ അവര് പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിലൂടെ അവർക്കൊരു അവരുടെ ഹോസ്പിറ്റലിന്റെ ഒരു പേരും പ്രശസ്തിയൊക്കെ ലഭിക്കുന്നു. അതാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. ശ്രദ്ധിക്കാം. സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ക്യാൻ ഇംപ്രൂവ് യുവർ റെപ്യൂട്ടേഷൻ ഇൻ മെനി വേയ്സ്. അല്ലെ? സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പേഷ്യൻസിന് ആ ഹോസ്പിറ്റലിന്റെ പ്രശസ്തി കൂട്ടാനായിട്ട് പല വിധത്തിലും കൂട്ടാൻ സാധിക്കുന്നു. അതായത് അവർക്ക് മറ്റുള്ളവരോട് പറയാം അല്ലെ? അപ്പൊ ആ ഒരു ഹോസ്പിറ്റലിന്റെ ആ ഒരു പ്രശസ്തി റെപ്യൂട്ടേഷൻ കൂട്ടാനായിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസിന് കഴിയുന്നു. ഫസ്റ്റ് HCAHPS എന്താണ്? നല്ല ഐഡിയ ഉണ്ടോ? അതായത് നമ്മള് പേഷ്യന്റ് എക്സ്പീരിയൻസ് സർവേകൾ ചെയ്യില്ലേ, അതിന്റെ ഒരു സ്കോറുകളാണ് HCAHPS എന്ന് പറയുന്നത്. വേണമെങ്കിൽ ഒന്ന് എഴുതിയെടുത്തോളൂ അതിന്റെ ഫുൾ ഫോം കേട്ടോ. എഴുതിയെടുക്കാം, പറഞ്ഞോട്ടെ. ഹോസ്പിറ്റൽ
അതായത് നമ്മുടെ സർവേകൾ നടത്തൂലേ അതിന്റെ സ്കോറുകൾ നോക്കുന്നതിനെയാണ് കേട്ടോ പറയുന്നത്. വലിയ ഇമ്പോർട്ടൻസ് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല ഇതുവരെ, ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്തോളൂ നിങ്ങള്. ഹോസ്പിറ്റൽ കൺസ്യൂമർ assessment of hospital consumer assessment of healthcare, hospital consumer assessment of healthcare providers and system hospital consumer assessment of healthcare providers and system. Okay, complete ചെയ്തോ? ഓക്കെ, അപ്പൊ ഇതുവരെ അങ്ങനെ ചോദിച്ചിട്ടൊന്നുമില്ല. ജസ്റ്റ് നമ്മള് ഹോസ്പിറ്റൽ സർവീസുകളൊക്കെ ചെയ്യാറില്ലേ, നമ്മള് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേകള്, ആ ഒരു സർവേകളെ കുറിച്ച് പറയുന്നതാണ് ഈ HCA HPS എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ ഇൻഫോർമേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വിവരങ്ങളൊക്കെ നമ്മൾ അന്വേഷിക്കുന്നത്. സോ അങ്ങനെയുള്ളൊരു HCA HPS, അതായത് നമ്മളുടെ കൺസ്യൂമർക്ക് വേണ്ടി നമ്മൾ അസസ്മെന്റ് ചെയ്യുന്നതാണ്. ആ ഹോസ്പിറ്റലിലെ എല്ലാ സേവനങ്ങളെയും അസസ്മെന്റ് ചെയ്യുന്നു. സോ അങ്ങനെയുള്ള ഒരു അസസ്മെന്റ് ഒക്കെ ചെയ്യുന്നതിനാല് അവരുടെ ഒരു എന്താ പറയാ ഒരു ഹെൽത്ത് കെയർ മീൻസ് ഒരു ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ചിട്ടുള്ള ഒരു ഉപദേശങ്ങളൊക്കെ നമുക്ക് നൽകാനായിട്ട് സാധിക്കുന്നു. ഇങ്ങനെയുള്ള അസസ്മെന്റുകൾ ചെയ്യുമ്പോൾ എന്താണ് അവിടുത്തെ പോരായ്മയെന്ന് മറ്റും തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. Specifically, so people can learn about the physicians, they can consult and make an informed choice about their health care. സോ അതിനാല് നമുക്ക് ഫിസിഷ്യനായിട്ട് പേഷ്യൻസിന് കൂടുതൽ അടുത്തിടപെടാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ ഹെൽത്ത് കെയർ, അവരുടെ ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ച് ചോദിക്കാനും ഇൻഫോർമേഷൻസുകൾ ഫിസിഷ്യൻസിൽ നിന്നും അറിയാനും നമുക്ക് സാധിക്കുന്നു. കാരണം ഇങ്ങനെയുള്ള സർവേകളൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ ഫിസിഷ്യന്മാരെ കുറിച്ച് കൂടുതലായിട്ട് അവരോട് നമുക്ക് എന്താണ് നമ്മുടെ രോഗത്തിന്റെ കാരണങ്ങൾ അല്ലെങ്കിൽ ഹെൽത്ത് കെയറിനെ കുറിച്ച് ഫിസിഷ്യന്മാരോട് ചോദിക്കാനും സാധിക്കുന്നു. സെക്കൻഡ്, പോസിറ്റീവ് സ്കോർസ് മേക്ക് ദ ഓർഗനൈസേഷൻ മച്ച് മോർ അട്രാക്റ്റീവ് ഓപ്ഷൻസ്. അതുപോലെ തന്നെ ഒരു സർവേ നടത്തുമ്പോൾ അതിലെ പോസിറ്റീവ് സ്കോർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അട്രാക്റ്റീവ് ആണ്. ഇപ്പൊ ഒരു ക്വസ്റ്റിന് ഇത്ര പേര് 5 സ്റ്റാർ ഇട്ടിട്ടുണ്ടെന്ന് വിചാരിക്കാം, ഏതെങ്കിലും ഒരു ക്വസ്റ്റിന്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ അട്രാക്റ്റീവ് ആണെന്ന്, അതായത് അവിടെ അത്രയും നല്ല രീതിയിൽ അത് ഉറപ്പ് വരുത്തുന്നുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. നമ്മള് ഹൈലി സാറ്റിസ്ഫൈഡ് എന്ന് എല്ലാം കൊടുത്തിരിക്കുന്ന സർവേയില് നമ്മൾ സർവേ ചെയ്ത എല്ലാവരും ആ ഒരു ക്വസ്റ്റിന് അട്രാക്റ്റീവ് എന്നുള്ളൊരു അല്ലെങ്കിൽ ഹൈ സാറ്റിസ്ഫൈഡ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അവിടെ നല്ല രീതിയിൽ ആ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ടെന്നാണെന്നാണ്. അപ്പോ സ്കോർസ്, അതായത് പോസിറ്റീവ് ആയിട്ടുള്ള സ്കോർ ഇത് ഓർഗനൈസേഷനെ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആക്കുന്നു. Additionally, hospital can utilize automated message to ask the patients for feedback after their appointments. Some programs involve follow-up questions with easy to follow links to ask the contented patient to leave reviews on hospital Google business profile or other platforms. അല്ലെ, നമുക്കറിയാം ഇപ്പോ നമ്മളെല്ലാം ഡിജിറ്റലൈസ്ഡ് ആയതുകൊണ്ട് തന്നെ നമ്മളൊരു ഡോക്ടറെ കണ്ട് ഇറങ്ങുമ്പോൾ തന്നെ ചിലപ്പോൾ നമ്മളുടെ ഫോണില് അന്നേ ദിവസം തന്നെ ചിലപ്പോ ഈവനിങ്ങോ ചിലപ്പോ അപ്പൊ തന്നെ വരാം, ഫോണിൽ മെസ്സേജുകൾ വരാറുണ്ട് അല്ലേ, ഫീഡ്ബാക്ക് കൊടുക്കാനായിട്ട്. അപ്പൊ ജസ്റ്റ് നമ്മളുടെ റേറ്റിംഗോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റാർ കൊടുക്കാനോ അല്ലെങ്കിൽ ഫീഡ്ബാക്കുകൾ ചോദിച്ചിട്ട് മെസ്സേജസുകൾ നമ്മുടെ ഫോണിലേക്ക് വരാറുണ്ടോ? ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയല്ല, നമ്മൾ ഏതൊരു സ്ഥാപനത്തിൽ പോകുമ്പോഴും, നിങ്ങളിപ്പോ ഒരു ബാങ്കിൽ ചെന്നു, ചിലപ്പോ നമ്മൾ ചെന്ന് നമ്മുടെ അവിടുത്തെ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ഫോണിലേക്ക് മെസ്സേജ് വരും അല്ലെ, ഞങ്ങളുടെ സേവനങ്ങൾ എങ്ങനെയാണ്, ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടി ബാങ്കിൽ നിന്ന് മെസ്സേജ് വരാറുണ്ട് ഇല്ലേ. ബാങ്കിലും ഹോസ്പിറ്റലിലും മാത്രമല്ല, നിങ്ങൾ ഏതൊരു സ്ഥാപനത്തിൽ പോകുമ്പോൾ ഇപ്പോ അപ്പൊ തന്നെ അതിനുള്ള ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ടുള്ള മെസ്സേജസുകൾ വരാറുണ്ട് അല്ലെ. ഇവിടെയും പറയുന്നത് അതാണ്. ഇപ്പൊ നമ്മള് അപ്പോയിന്റ്മെന്റ് എടുത്തു, നമ്മൾ ഡോക്ടറെ പോയി കൺസൾട്ടേഷൻ ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഫീഡ്ബാക്കിനായിട്ടുള്ള മെസ്സേജസുകൾ കാര്യങ്ങൾ വരും. സോ അതുപോലെ തന്നെ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈല്, അതായത് ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള റിവ്യൂസ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഗൂഗിൾ ബിസിനസ്സില് ഇപ്പൊ നമ്മൾ ഗൂഗിളിൽ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിന്റെ പേരൊന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു പ്രൊഫൈലും അതിന്റെ ഒരു റിവ്യൂസ് കൊടുക്കാനൊക്കെ ഉള്ള പ്ലാറ്റ്ഫോമുകൾ ഉണ്ട് ഇല്ലേ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹോസ്പിറ്റൽ മാത്രമല്ല, ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, നിങ്ങൾ ഒരു ടാസ്ക് ആയിട്ട് ഞാൻ തരാം, അടുത്ത ദിവസം ജസ്റ്റ് ഒന്ന് നോക്കാം, ഗൂഗിളിൽ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിന്റെ പേര് നിങ്ങൾ അടിച്ചു കൊടുക്കുക, അപ്പൊ ഒത്തിരി പേരുടെ റിവ്യൂസ് ഉണ്ടാകും അല്ലെ.
റിവ്യൂസുകൾ ഉണ്ടാകും, ഇത്ര സ്റ്റാർ പോയിന്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ടാകും, 5 സ്റ്റാർ 4 സ്റ്റാർ ഒക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ അവരുടെ ചിലപ്പോ റിവ്യൂസ് പോലെ ചെറിയ എഴുതിയിട്ടുണ്ടാവും ആളുകൾ, നല്ല എക്സ്പീരിയൻസ് ആണ്, ഹൈലി സാറ്റിസ്ഫൈഡ്, അങ്ങനെ അവരുടെ അനുഭവങ്ങളും റിവ്യൂസിലൂടെ അവർ എഴുതി കാണും. ഇതെല്ലാം ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷനെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. നമ്മൾ മറ്റൊരാളെ നോക്കുമ്പോൾ ഹോസ്പിറ്റലിന് 5 പോയിന്റ് ഉണ്ട്, 5 സ്റ്റാർ ഉണ്ട്, അപ്പോ അത്യാവശ്യം നല്ല ഹോസ്പിറ്റലാണ്, റിവ്യൂ വായിച്ചിട്ടും വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ യൂട്യൂബിലൊക്കെ നിങ്ങൾ ഓരോ വീഡിയോസും മറ്റും കാണുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ്? ഇപ്പൊ എന്തെങ്കിലും ഒരു കുക്കിംഗ് വീഡിയോ നിങ്ങൾ എടുത്തു, ഈ കുക്കിംഗ് വീഡിയോ മുഴുവനായിട്ട് കാണുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ എന്തായിരിക്കും വായിക്കുന്നത്? അതിൽ വന്നിരിക്കുന്ന കമന്റ്സ് അല്ലേ നിങ്ങൾ നോക്കാറുണ്ട് അങ്ങനെ കമന്റ്സ് നമ്മൾ നോക്കും. കാരണം ഒത്തിരി പേരുടെ അനുഭവമാണ് ആ കമന്റ്സിലൂടെ ഇട്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവരും നല്ലതാണെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളും ഒന്ന് ജസ്റ്റ് അത് ട്രൈ ചെയ്യാൻ നോക്കും. അതുപോലെ തന്നെ നിങ്ങളൊരു ഓൺലൈനായിട്ട് ഇപ്പൊ ഒത്തിരി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടല്ലോ പർച്ചേസ് ചെയ്യാനായിട്ടുള്ളത്. ഒരു ഡ്രസ്സോ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ നോക്കുകയാണ്, നമ്മൾ അതിന്റെ റിവ്യൂ എടുത്ത് ആദ്യം നോക്കും. 5 സ്റ്റാർ ഉണ്ടോ, 4 സ്റ്റാർ ഉണ്ടോ, ദെൻ അതിന്റെ പിക്ചേഴ്സുകളൊക്കെ ഉണ്ടാകും അല്ലെ, റിവ്യൂ ആയിട്ട് ഇട്ടിട്ടുണ്ടാകും വീഡിയോ പിക്ചറുകളൊക്കെ. അതെല്ലാം എടുത്തതിന് ശേഷം മാത്രമായിരിക്കും നമ്മളത് എന്ത് ചെയ്തത് ഓർഡർ ചെയ്യാൻ ശ്രമിക്കാറ്. അങ്ങനെയാണല്ലോ നിങ്ങള് നമ്മുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഇതെല്ലാം നോക്കിക്കഴിഞ്ഞിട്ട് നമ്മൾ ഓർഡർ ചെയ്യുള്ളൂ. അപ്പൊ ഇവിടെയും പറയുന്നത് ഹോസ്പിറ്റലിന്റെ ആയിട്ടുണ്ടെങ്കിലും നമ്മൾ ഒരു ഹോസ്പിറ്റലിന്റെ പേര് ഗൂഗിളിൽ എടുത്ത് നോക്കി കഴിയുമ്പോൾ അറിയാൻ പറ്റും 4 സ്റ്റാർ ആണോ 5 സ്റ്റാർ ആണോ അവിടുത്തെ റിവ്യൂസും കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിൽ ഒരു പ്രശസ്തി ഉണ്ട് അല്ലെ, അത്യാവശ്യം നല്ല ഹോസ്പിറ്റൽ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. Then and finally, happy patients will suggest the hospital to friends and families. When it comes to referrals, word of mouth is gold standard. എന്താ ഇവിടെ പറയുന്നത്? അപ്പൊ നമ്മളിങ്ങനെ പ്രശസ്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിൽ പോയി നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, ഹാപ്പി പേഷ്യന്റ് ആണെങ്കിൽ നമ്മൾ നമ്മളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഫാമിലിക്കും ആ ഒരു ഹോസ്പിറ്റൽ നമ്മൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ലാസ്റ്റ് വൺ പറയുന്നത് when it comes to referrals, word of mouth is gold standard. എന്താണ് പറയുന്നത്? വേർഡ് ഓഫ് മൗത്ത്. അതായത് ഇപ്പോ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമ്മളത് മറ്റുള്ളവരോട് നല്ല രീതിയിൽ നമുക്കത് ഇംപ്രസ് ചെയ്ത് പറയാൻ സാധിക്കും അല്ലെ. മോശം അനുഭവമാണെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിൽ സംസാരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ സംസാരത്തിന് വ്യത്യാസം ഉണ്ടത് ഇല്ലേ. നമ്മളുടെ ഒരു അനുഭവം, നമുക്ക് ലഭിച്ചൊരു അനുഭവം നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ അവർക്കത് അത്രമാത്രം ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ്, ഒരു സ്വർണ്ണ നിലവാരം പോലെ തോന്നണമെന്ന് അത്തരത്തിലുള്ള ഒരു സംസാരം ആയിരിക്കുന്നത് ഹൈലി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളവര് അല്ലെ. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു സംഭവം നിങ്ങൾ പർച്ചേസ് ചെയ്തെന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ പറയുന്നതാണ് അത്രയും വളരെ ഒരു കുറഞ്ഞ എമൗണ്ട് ആണ്, പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് അല്ലെ എന്ന് നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോ അവർ പറയുന്നത് കാരണം അത്ര എക്സ്പീരിയൻസ് ആയിട്ടാണല്ലോ പറയുന്നത് എന്ന് ഓർത്ത് നമ്മളും അത് വീണ്ടും പർച്ചേസ് ചെയ്യുന്നത് കേൾക്കുന്ന ആൾക്കത് വാങ്ങിക്കാനായിട്ട് തോന്നും. അതേപോലെ ആയിരിക്കും സംസാരം. ഓക്കെ, ഇതാണ് വേർഡ് ഓഫ് മൗത്ത് ഈസ് ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു സ്വർണ്ണ നിലവാരമാണത്. അതായത് നമ്മളുടെ സംസാരം, നമ്മള് ഒരാളോട് നമ്മളുടെ അനുഭവം മറ്റുള്ള ഒരാളോട് പറയുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യണമെന്ന്, മറ്റൊരാൾക്ക് അത് ഫീൽ ചെയ്യണമെന്ന്, അവിടെ നല്ലൊരു എക്സ്പീരിയൻസ് ആണെന്നുള്ളത് ഫീൽ ചെയ്യിക്കണം. അതുപോലെ ആയിരിക്കണം നമ്മളുടെ സംസാരം. നമ്മൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോ നമ്മൾ ഭയങ്കര ഹോസ്പിറ്റലിന്റെ പൊക്കിയൊക്കെയല്ലേ പറയുന്നത് ആണോ? അല്ലെങ്കിൽ വലിയൊരു സുഖമില്ലാണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യുന്ന ആള് പോകുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പൊ നല്ല രീതിയിൽ നമ്മൾ കുറച്ചൊന്ന് വെയിറ്റ് ഇട്ട് പൊക്കിയൊക്കെ പോകാൻ വേണ്ടിയിട്ട് അല്ലെ. അതാണ് അവിടെ പറയുന്നത് വേർഡ് ഓഫ് മൗത്ത് ഈസ് ദ ഗോൾഡ് സ്റ്റാൻഡേർഡ്. ഓക്കെ, ചെറിയൊരു കാര്യമാണ്. നമുക്ക് വായിക്കുമ്പോൾ ചിലപ്പോ അത് സെന്റൻസിൽ വലിയതായിട്ട് കൊടുത്തിരിക്കുകയാണ്. നമ്മളുടെ അനുഭവങ്ങളാണ് ഈ പറയുന്നത് അല്ലെ. നമ്മൾ ഓരോരുത്തരും ഈ ഹോസ്പിറ്റലിലൊക്കെ പോകുന്നവരാണല്ലോ. അപ്പോ നമ്മളവിടെ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇത് വായിക്കുമ്പോൾ സെന്റൻസുകൾ കുറച്ച് ഡിഫിക്കൽട്ട് ആണെന്നുള്ളൂ, പക്ഷെ സംഭവം ഇത്രേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പൊ അതില് അടുത്തൊരു പോയിന്റും കൂടി ഉണ്ട് കേട്ടോ. ബെനിഫിറ്റ്സ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതില് ലാസ്റ്റ് ഒരു ബെനിഫിറ്റ്സും കൂടി ഉണ്ട്, അതൊന്ന് നോക്കാം. ബെറ്റർ ക്ലിനിക്കൽ ഔട്ട്കംസ് ഫോർ പേഷ്യൻസ്. ബെറ്റർ ക്ലിനിക്കൽ ഔട്ട്കംസ്, നല്ലൊരു ക്ലിനിക്കൽ ചികിത്സാപരമായിട്ടുള്ള ഒരു ഫലം പേഷ്യൻസിന് ലഭിക്കുന്നു. എങ്ങനെയാണ് അത് ലഭിക്കുന്നത് നോക്കാം. സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ആർ നോർമലി മോർ കോംപ്ലിയന്റ്, which means they are more probable to get better or effectively manage chronic health issues. അതായത് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസ് കുറച്ച് അനുസരണയുള്ളവരായിരിക്കും. കംപ്ലൈന്റ് എന്ന് വെച്ചാൽ അനുസരണയുള്ളവര്. അനുസരണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മള് കുട്ടികളെ അനുസരണ പഠിപ്പിക്കുന്ന അനുസരണ ഇവിടെ ഉദ്ദേശിക്കുന്നത്. They are more probable to get better or effectively manage chronic health issues. അതായത് അവർക്ക് ഒരു എന്താണ്
വിട്ടുമാറാത്ത ക്രോണിക് ഡിസീസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, വിട്ടുമാറാത്ത പ്രശ്നങ്ങള് ഫലപ്രദമായിട്ട് നല്ലൊരു ട്രീറ്റ്മെന്റ്സ് ലഭിക്കുന്ന പേഷ്യൻസ് ആകാം. അങ്ങനെയുള്ളവര്, അതായത് ഇപ്പോ എന്തെങ്കിലും ഒരു ക്രോണിക് ഡിസീസ് തോന്നുന്ന പേഷ്യന്റ്, അവര് കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ഡോക്ടറെ തന്നെയാണ് കാണുന്നതെങ്കിൽ അവരെപ്പോഴും ആ ഒരു ഹോസ്പിറ്റലിനോടും ആ ഡോക്ടറോടും വിശ്വസ്തത കാണിക്കും. അവരുടെ ട്രീറ്റ്മെന്റ്സ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് അവര് ആ ഒരു സെയിം ഹോസ്പിറ്റലിൽ തന്നെയായിരിക്കും കൈകാര്യം ചെയ്യുന്നത്, അല്ലെ? ഇപ്പൊ നമ്മൾ സ്ഥിരമായിട്ടൊരു മെഡിസിൻ കഴിക്കുന്നവരാണെങ്കിൽ ആ സ്ഥിരമായിട്ട് ആ സെയിം ഡോക്ടറെ അല്ലെങ്കിൽ ആ ഒരു സെയിം ഹോസ്പിറ്റൽ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്, ആണോ? നമ്മുടെ വീട്ടിൽ കുറച്ച് പ്രായമായവരൊക്കെ ഉണ്ടെങ്കിലേ അവര് ഈ സ്ഥിരമായിട്ടും ഇപ്പോ എന്താ പറയാ ഷുഗർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവർ സ്ഥിരമായിട്ട് ആ ഒരു ഡോക്ടറെ ആയിരിക്കും, വർഷങ്ങളായിട്ട് ആ ഒരു ഡോക്ടറെ ആ ഒരു ഹോസ്പിറ്റലായിരിക്കും കാണുന്നത്. BP പറയാം അല്ലേ? അപ്പോ അവര് ആ ഒരു ഡോക്ടറിൽ തന്നെയാണ് ആ അനുസരണ ഉള്ളവരെന്ന് ഉദ്ദേശിക്കുന്നത്. അനുസരണ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മള് സ്ഥിരമായിട്ടും അവിടെയാണ് ആ ഫോളോ അപ്പും കാര്യങ്ങൾ ചെയ്യുന്നത്. വേറൊരു ഡോക്ടർ നമ്മൾ നോക്കാറില്ല, സജസ്റ്റ് ചെയ്യില്ല. നമ്മള് സ്ഥിരമായിട്ടും ആ ഒരു നമുക്ക് അവിടെ നിന്ന് ഒരു സാറ്റിസ്ഫാക്ഷൻ, നമുക്കൊരു ബെറ്റർ ട്രീറ്റ്മെന്റ് ആണ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ഹോസ്പിറ്റലിൽ തന്നെ ചൂസ് ചെയ്യുന്നു. Then consequently they feel better and like hospital treatment and care make different to their well-being and quality of life. So അവർക്ക് അവരുടെ ക്രോണിക് ഡിസീസസിനെ അല്ലെങ്കിൽ ക്രോണിക് ഹെൽത്ത് ഇഷ്യൂനെ നല്ലൊരു രീതിയിലോ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവര് തീർച്ചയായിട്ടും എന്താണ്, അവരൊരു ക്വാളിറ്റി ഓഫ് ലൈഫും അവർക്കൊരു തൽഫലമായിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നും അവർക്ക്. കാരണം മെഡിസിൻസ് ഒക്കെ ഓക്കെയാണ്, അവർക്ക് കഴിച്ചിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല, അവരുടെ അസുഖമൊക്കെ ഭേദപ്പെട്ട് വരുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ അവർക്ക് അതിലൊരു ഹാപ്പിയസ്റ്റ് ആവുമെന്ന്, ഒരു സുഖം ലഭിക്കും അവർക്ക്. അതുപോലെ തന്നെ എന്താണ് പറയുന്നത്, അതുപോലെ തന്നെ അവര് ദിസ് ഓൾസോ ലീഡ്സ് ടു ദം റിമൈൻ ലോയൽ ടു ദ ഹോസ്പിറ്റൽ. അപ്പൊ അവർക്ക് ഹോസ്പിറ്റലിനോടുള്ള ഒരു വിശ്വസ്തത, ലോയാലിറ്റി വരുന്നു, അല്ലെ? ഹോസ്പിറ്റലിനോട്. കാരണം രോഗം വിട്ടുമാറി ചില പേഷ്യൻസ് ഇതുപോലെ ചില ഡോക്ടേഴ്സ് നമ്മൾ പോയിട്ട് ചികിത്സിച്ച് മാറാണ്ടാകുമ്പോൾ നമ്മൾ വേറൊരു ഡോക്ടറെ പോയി കാണും, അല്ലെ? അപ്പൊ ഇവിടെ പറയുന്നത് ക്രോണിക് ഹെൽത്ത് ഇഷ്യൂസ് വരുന്ന പേഷ്യൻസ് അവർക്ക് നല്ലൊരു ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതിനാൽ അവർക്ക് ബെറ്റർ ട്രീറ്റ്മെന്റ്സ് കാര്യങ്ങൾ ലഭിച്ചു. സോ അവര് ഹാപ്പിയാണ്. അതിനാൽ തന്നെ അവർക്ക് ഹോസ്പിറ്റലിനോടുള്ള വിശ്വസ്തത വർദ്ധിക്കുന്നു. Then show up for their appointments, generating a cycle patient satisfaction benefits. സോ ഇത് രോഗിയുടെ എന്താ ഒരു ആനുകൂല്യങ്ങളുടെ അവർക്ക് ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷൻസുകളുടെ ഒരു സൈക്കിള്, അതായത് ഒരു ചക്രം സൃഷ്ടിക്കുന്നു, ഒരു സൈക്കിള് പോലെ. അതായത് അവരവിടെ തുടർന്നുകൊണ്ട് പോകുന്നു, അതായത് അവരവിടെ നിന്ന് ലീവ് ചെയ്യുന്നില്ല, ആ ഹോസ്പിറ്റലിൽ തന്നെ അവരുടെ ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളും ഫോളോ അപ്പ് ചെയ്ത് പോകുന്നു. ഓക്കെ, ഇതാണ് ബെറ്റർ ക്ലിനിക്കൽ ഔട്ട്കംസിൽ പറയുന്നത്. അതായത് നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മൾ ആ ഹോസ്പിറ്റലിൽ തന്നെ പിടിച്ചു നിൽക്കുന്നു. അതായത് വേറൊരു ഓപ്ഷൻ നമ്മൾ എടുക്കണില്ല, നമുക്ക് ബെറ്റർ ആണ്, നമുക്ക് ട്രീറ്റ്മെന്റ്സ് സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഹോസ്പിറ്റലിനോടും ആ ഡോക്ടറിനോടും ഒരു വിശ്വസ്തത പുലർത്തുന്നു. ഓക്കെ, ക്ലിയർ ആയോ? നമ്മളുടെ ലൈഫിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അവിടെ പറയുന്നത്, അല്ലെ? നമ്മൾ ഓരോരുത്തരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കില്ല. ഇപ്പൊ നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ സെയിം ജനിച്ച തുടങ്ങി ആ ഒരു ഡോക്ടറെ തന്നെയായിരിക്കും നമ്മൾ കാണിക്കുന്നത്, ആണോ? പക്ഷെ ആ ഒരു കുട്ടികളുടെ ആ ഒരു ഏജ് വരെ നമ്മൾ ആ ഒരു ഡോക്ടറെ ആയിരിക്കും സജസ്റ്റ് ചെയ്യുന്നത്. കാരണം എന്തുകൊണ്ടാണ്, നമ്മൾക്ക് ആ ഒരു ഡോക്ടറിൽ ഒരു ലോയാലിറ്റി ഉണ്ട്, അല്ലെ? ഒരു വിശ്വസ്തത ഉണ്ട്. ട്രീറ്റ്മെന്റ്സ് നല്ല രീതിയിലാണ്, ബെറ്റർ ആണ്, നമ്മളുടെ ഒരു വിശ്വാസം ഉണ്ട്, അല്ലെ? ഒരു വിശ്വസ്തത നമുക്ക് ആ ഒരു ഡോക്ടറോട് വരുന്നു. ഓക്കെ, ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ പറയുന്നത് കേട്ടോ. ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. റെപ്യൂട്ടേഷൻ വായിക്കാം, ബെറ്റർ ക്ലിനിക്കൽ ഔട്ട്കംസ്. നമുക്ക് വായിച്ചത് നമ്മളുടേതായിട്ടുള്ള രീതിയിൽ അതൊന്ന് മനസ്സിലാക്കി എടുക്കാനുള്ളൂ. പിന്നെ സെന്റൻസുകൾ ചിലപ്പോ വായിക്കുമ്പോൾ ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിട്ടൊക്കെ തോന്നിയേക്കാം. എങ്കിലും നമ്മളുടേതായ രീതിക്ക് നിങ്ങളൊന്ന് വായിച്ചത് മനസ്സിലാക്കാം കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറഞ്ഞു തരാം. മനസ്സിലാക്കി വായിക്കണം കേട്ടോ. ചിലപ്പോ ഒരു പ്രാവശ്യം വായിച്ചാൽ നമുക്കത് മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ നമ്മളുടെ അനുഭവമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കാം വായിക്കുമ്പോൾ കേട്ടോ.
കംപ്ലീറ്റ് ചെയ്ത 2 പോയിന്റ് റെപ്യൂട്ടേഷൻ, ബെറ്റർ ക്ലിനിക്കൽ ഔട്ട്കംസ്. ഓക്കെ, അപ്പൊ നമ്മള് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേസിന്റെ ബെനിഫിറ്റ് ആണ് നോക്കിയത്. അപ്പൊ അതില് പോയിന്റുകൾ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. പോയിന്റ് എങ്കിലും പഠിച്ചു വെക്കാമല്ലോ, കുഴപ്പമില്ലല്ലോ. ബോൾഡ് ചെയ്തേക്കുന്നത് പോയിന്റ് എങ്കിലും പഠിച്ചു വെക്കാം. ദെൻ അതിന് പ്രാധാന്യമുള്ളത് പറഞ്ഞു തരാം. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ കൃത്യമായിട്ട് ചെയ്യാം കേട്ടോ. ഇതൊക്കെ തന്നെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പകുതി മാർക്ക് അവിടെ നമുക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, patient loyalty and retention, increased profitability, enhanced staff morale, higher productivity, reputation, better clinical outcomes for patients. Okay, അപ്പോ ആ ഒരു സെക്ഷൻ നമ്മൾ കഴിഞ്ഞു. ബെനിഫിറ്റ്സുകളാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. വേസ് ടു ഇംപ്രൂവ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷനെ ഇംപ്രൂവ് ചെയ്യിക്കാനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മൊത്തം പറയുന്നത് എന്താണ്? പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ അല്ലെ, പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന മാർഗങ്ങളെ കുറിച്ചാണ് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് നമ്മൾ പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഒരേപോലെ തോന്നിയേക്കാം അല്ലെ. എന്നുവെച്ചാൽ എല്ലാത്തിലും പറയുന്നത് ഒരു കാര്യമാണ്, പേഷ്യൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, അവരുടെ ആവശ്യങ്ങൾ അവരുടെ റിക്വയർമെന്റ്സുകൾ നിറവേറ്റി കൊടുക്കുക, ദെൻ അവരെ സാറ്റിസ്ഫൈഡ് ആക്കുക. ഈ ഒരു കാര്യമാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നീളം പറയുന്നത്. ഓക്കെ, നോക്കാം. ഹൗ ക്യാൻ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ബി ഇംപ്രൂവ്ഡ്? എങ്ങനെ നമുക്ക് പേഷ്യന്റിന്റെ ഒരു സാറ്റിസ്ഫാക്ഷനെ ഇംപ്രൂവ് ചെയ്യിക്കാമെന്ന്. ഹൈലി ഇഫക്റ്റീവ് സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോർസ് spins around creating an environment in which patients have a positive overall experience with all members of their medical team. അല്ലെ, അതായത് ഒരു രോഗിയുടെ എന്താ പറയാ, രോഗിയുടെ സംതൃപ്തി, അവരുടെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ള ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു മാർഗം അല്ലെങ്കിൽ ഫലപ്രദമായിട്ടുള്ള ഒരു തന്ത്രങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗിക്ക് അവരുടെ മെഡിക്കൽ ടീമായിട്ട് നല്ലൊരു എന്താ പറയാ, മൊത്തത്തിലുള്ള ഒരു നല്ലൊരു എക്സ്പീരിയൻസ് വർദ്ധിപ്പിക്കാണ്. അതായത് മെഡിക്കൽ ടീമായിട്ട്, മെഡിക്കൽ ടീം എന്ന് ഉദ്ദേശിക്കുമ്പോൾ ആരൊക്കെ അതിൽ ഉൾപ്പെടും? മെഡിക്കൽ ടീം എന്ന് പറയുമ്പോൾ ആരൊക്കെയായിരിക്കും ഉൾപ്പെടുന്നത്? ആലോചിച്ച് നോക്കി. മെഡിക്കൽ ടീം എന്ന് പറയുമ്പോൾ പേഷ്യന്റിനെ സംബന്ധിച്ചിട്ട് മെഡിക്കൽ ടീമുകൾ ആരൊക്കെയാണ്? ഡോക്ടർ ഉണ്ടാകാം. ഡോക്ടർ മാത്രമാണോ മെഡിക്കൽ ടീമിലുള്ളത്? നഴ്സസ് ഉണ്ടാകാം, ദെൻ അസിസ്റ്റൻസുകളൊക്കെ ഉണ്ടാകാം, ചില ലബോറട്ടറി സ്റ്റാഫുകൾ ഉണ്ടാകാം അല്ലെ, അല്ലെങ്കിൽ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലെ സ്റ്റാഫുകൾ പേഷ്യൻസുമായിട്ട്, ഫാർമസിസ്റ്റ് ഫാർമസിയിലെ സ്റ്റാഫുകൾ ഉണ്ടാവാം, ലബോറട്ടറിയിലെ സ്റ്റാഫുകൾ അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ മെഡിക്കൽ ടീമുകളുമായിട്ട് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പേഷ്യൻസിന് അല്ലെ. അപ്പൊ അവർക്ക് അതിലൂടെയൊക്കെ ഒരു ഡോക്ടറിനോട് മാത്രമല്ലല്ലോ ഒരു പേഷ്യന്റ് ഇടപെടുന്നത്. ഡോക്ടറോട് നമ്മൾ കൺസൾട്ടേഷന് മാത്രം നമ്മൾ ഡോക്ടറെ അടുത്ത് ചെല്ലും. അത് കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സുകളൊക്കെ ഉണ്ട്. നഴ്സുമാരുണ്ടാവും, ലാബിൽ പോകണം, അറ്റൻഡറിന്റെ സഹായം നമുക്ക് ആവശ്യമാണ്. സോ ഈ മെഡിക്കൽ ടീമുകളുമായിട്ട് നല്ലൊരു അനുഭവം, ഒരു എക്സ്പീരിയൻസ് പേഷ്യന്റിന് ഉണ്ടായിരിക്കണം. ഓക്കെ, അഡ്മിനിസ്ട്രേഷൻ, മെഡിക്കൽ ടീം എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ നമ്മൾ ഒരു ഹോസ്പിറ്റലിനുള്ളിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ സ്റ്റാഫുകളെയും നമുക്ക് മെഡിക്കൽ ടീം എന്ന് പറയാം അല്ലെ. ഇനി 8 creative ways to increase patient satisfaction. അപ്പോ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ, അവരുടെ സംതൃപ്തി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്രിയേറ്റീവ് ആയിട്ടുള്ള വഴികൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. 8 ക്രിയേറ്റീവ് ആയിട്ടുള്ള വഴികളാണ് പറയുന്നത്. ശ്രദ്ധിക്കുക. ക്ലിയർ ആണോ പറയുന്നത്? സൗണ്ട് കുഴപ്പമില്ലല്ലോ, ക്ലിയർ ആണോ? ഓക്കെ, ഫസ്റ്റ് വൺ നോക്കാം. എൻഷുർ ടൈംലി ഫോളോ അപ്സ് അല്ലെ, കറക്റ്റ് ആയിട്ടുള്ള സമയബന്ധിതമായിട്ടുള്ള ഫോളോ അപ്പുകൾ പേഷ്യൻസിന് നൽകുക. ദെൻ ഫോക്കസ് ഓൺ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പ്രൊവൈഡേഴ്സ് ആൻഡ് പേഷ്യൻസ്. പേഷ്യൻസും പ്രൊവൈഡേഴ്സ്, ഹെൽത്ത് പ്രൊവൈഡേഴ്സ് എന്ന് പറയുമ്പോൾ നഴ്സസും ഡോക്ടേഴ്സും ഉൾപ്പെടുന്നത്. ഈ ഹെൽത്ത് പ്രൊവൈഡേഴ്സും അതുപോലെ തന്നെ പേഷ്യൻസുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു ആശയവിനിമയങ്ങൾ, ഒരു കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവണോ, അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മൂന്നാമതായിട്ട് പറയുന്നത് മെയിൻറ്റെയിൻ
ട്രാൻസ്പെറൻസി വിത്ത് പേഷ്യൻസ്. പേഷ്യൻസ് ആയിട്ടുള്ള ഒരു ട്രാൻസ്പെറൻസി മെയിൻറ്റെയിൻ ചെയ്യാണ്. ട്രാൻസ്പെറൻസി എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ട്രാൻസ്പെറൻസിയുടെ മീനിങ് എന്താണ്? ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള, സുതാര്യമായിട്ടുള്ള, അതായത് നമുക്ക് എന്തും നമ്മളുടെ ആവശ്യങ്ങൾ തുറന്ന് പറയാനായിട്ടുള്ള ഒരു ഇത് അല്ലേ, തുറന്ന് പറയാനായിട്ടുള്ളൊരു പേഷ്യൻസിന് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാനായിട്ടുള്ള ഒരു അവസരങ്ങൾ ഒരുക്കുകയാണ്, മെയിൻറ്റെയിൻ ചെയ്യുക. നാലാമതായിട്ട് പറയുന്നത് പ്രയോറിറ്റൈസ് ഷോർട്ട് വെയിറ്റ് ടൈംസ്. ഷോർട്ട് ഹ്രസ്വകാല വെയിറ്റിംഗ് ടൈമിന് പ്രയോറിറ്റേഷൻ കൊടുക്കാൻ. ദീർഘകാല, അതായത് ലോങ് ടൈം വെയിറ്റിംഗ് ടൈമിന് ആരെങ്കിലും നിൽക്കോ, നമ്മള് കറക്റ്റ് ആയിട്ടുള്ളത്, അതായത് കൂടുതൽ ടൈം പേഷ്യൻസിനൊന്ന് വെയിറ്റ് ചെയ്യിപ്പിക്കാണ്ടിരിക്കാണ്. അതനുസരിച്ചിട്ട് നമ്പറൊക്കെ വിളിച്ച് പേഷ്യൻസിന്റെ കൺസൾട്ടേഷൻ ഒക്കെ കൊടുക്കുക. അഞ്ചാമതായിട്ട് പറയുന്നത് സ്ട്രീം ടു ഇംപ്ലിമെന്റ് പ്രൊസീജിയേഴ്സ് ടു എഡ്യൂക്കേറ്റ് പേഷ്യൻസ് അബൌട്ട് ട്രീറ്റ്മെന്റ് പ്ലാൻസ്. അതായത് എന്താ, ചികിത്സാ പദ്ധതികളെ കുറിച്ചിട്ട് രോഗികളെ ഒരു ബോധവൽക്കരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളൊക്കെ നടപ്പാക്കാൻ ശ്രമിക്കുക. സ്ട്രീം ടു ഇത് ശ്രമിക്കുക. അതായത് പേഷ്യൻസിനെ സംബന്ധിച്ചിട്ട് എല്ലാ പേഷ്യൻസിനും ട്രീറ്റ്മെന്റ്സിനെ കുറിച്ച് എല്ലാ അറിവുണ്ടാകുമോ? ടെസ്റ്റുകളെ കുറിച്ചൊന്നും അറിവുണ്ടാവില്ല അല്ലെ? അപ്പൊ അങ്ങനെയുള്ളവർക്ക് അവരുടെ ചികിത്സാ പ്ലാനുകളെ കുറിച്ചും, ഇനിയിപ്പോ എങ്ങനെയാണ് അഡ്മിറ്റ് ചെയ്യുന്ന പേഷ്യൻസ് ആണെങ്കിൽ ഇത്ര ദിവസം നമ്മൾ അഡ്മിറ്റ് ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ 5 days ഇഞ്ചക്ഷൻ ഉണ്ടാകും, അങ്ങനെയുള്ള നമ്മളുടെ ചികിത്സയെ സംബന്ധിച്ചിട്ടുള്ള പ്ലാനുകളും കാര്യങ്ങളും പറഞ്ഞ് അവരെ എന്ത് ചെയ്യുക, അത് ബോധവാന്മാരാക്കുക. അവർക്ക് പറഞ്ഞു കൊടുക്കുക. അവർക്ക് അറിയില്ലാത്ത കാര്യങ്ങളായിരിക്കുമല്ലോ, അതൊന്ന് പറഞ്ഞു കൊടുക്കുക. ആറാമതായിട്ട് പറയുന്നത് യൂട്ടിലൈസ് ദ ഫീഡ്ബാക്ക് ഫ്രം പേഷ്യന്റ് ടു അനലൈസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മെട്രിക്സ്. അതായത് നമ്മൾ എന്ത് ചെയ്യാം, രോഗികളുടെ സംതൃപ്തിയുടെ മെട്രിക്സ് എന്ന് വെച്ചാൽ ഒരു അളവ്, രോഗിയുടെ സംതൃപ്തി വിശകലനം ചെയ്യാനായിട്ട് ഫീഡ്ബാക്ക് പ്രയോജനപ്പെടുത്താന്ന്. നമ്മൾ പറഞ്ഞില്ലേ, സർവേ നടത്തുമ്പോൾ പേഷ്യൻസിന്റെ ഫീഡ്ബാക്ക് ആണ് നമ്മൾ സർവേയിലൂടെ ചെയ്യുന്നത്. സോ ആ പേഷ്യന്റിന്റെ ഫീഡ്ബാക്കിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ വിശകലനം ചെയ്യാം. വിശകലനം ചെയ്താലല്ലേ അറിയാൻ പറ്റുള്ളൂ ഇവിടെയാണ് പോരായ്മ സംഭവിച്ചിരിക്കുന്നത്, ഏതിലാണ് ബാഡ് എന്നുള്ളൊരു കൂടുതലായിട്ടും വന്നിരിക്കുന്നത്, ഏത് ക്വസ്റ്റ്യനാണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ഭാഗത്താണ് സ്റ്റാഫിന്റെ ആണോ അല്ലെങ്കിൽ മറ്റ് സർവീസുകളിൽ നിന്നാണോ പോരായ്മ വന്നിരിക്കുന്നത്, അത് അനലൈസ് ചെയ്യാം. അനലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അതിനെ ഇംപ്രൂവ്മെന്റ്സ് ചെയ്യിപ്പിക്കാം. 7th one, implement a technological support system for greater facility efficiency. അതായത് ടെക്നോളജിക്കലി ആയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്താൻ, നടപ്പിലാക്കുകയാണ്. അതായത് പുതിയ ഇപ്പോ എന്താ, നമുക്ക് ടോക്കൺ ഡിസ്പ്ലേ ഒക്കെ ഏർപ്പെടുത്താം. അതുപോലെ തന്നെ ഓൺലൈൻ അപ്പോയിന്റ്മെന്റുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടെക്നോളജിക്കലി സപ്പോർട്ട് നമുക്ക് ചെയ്യാവുന്നത്. ലാസ്റ്റ് വൺ, ഇംപ്രൂവ് ദ ഫെസിലിറ്റി എൻവയോൺമെന്റ് ആൻഡ് കൾച്ചർ. ഇവിടുത്തെ ഫെസിലിറ്റികൾ, സൗകര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യിപ്പിക്കുക. അതുപോലെ തന്നെ ആ ഒരു അന്തരീക്ഷം, ഒരു സംസ്കാരം, അതിനെല്ലാം ഇംപ്രൂവ്മെന്റ്സ് ചെയ്യിക്കുക. ഓക്കെ, ഇതാണ് ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള വഴികൾ എന്ന് പറയുന്നത്. പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ, രോഗിയെ സംതൃപ്തരാക്കാൻ വേണ്ടിയിട്ടുള്ള വഴികൾ. ഓക്കെ, ഇത് വായിച്ചു നോക്കാം കേട്ടോ. ഹൗ ക്യാൻ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ബി ഇംപ്രൂവ്ഡ് വായിക്കാം. 8 ക്രിയേറ്റീവ് ആയിട്ടുള്ള വഴികൾ. വായിച്ചു നോക്കാം കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 8 ക്രിയേറ്റീവ് വേസ് ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് മാർക്ക് ചെയ്തേക്കൂ. നിങ്ങൾക്ക് ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് മനസ്സിലാക്കി ഒന്ന് വെച്ചാൽ മതി കേട്ടോ. പഠിച്ചു വെച്ചേക്കൂ 8 പോയിന്റ്സ്. ഓരോ പോയിന്റ് വായിച്ചിട്ട് അതിന്റെ മലയാളം മനസ്സിലാക്കിയിട്ട് മീനിങ് മനസ്സിലാക്കി വായിക്കണം കേട്ടോ.
കംപ്ലീറ്റ് ചെയ്തോ? 8 ക്രിയേറ്റീവ് വേസ് നോക്കിയോ? 7th പോയിന്റിൽ പറയുന്നത് ടെക്നോളജിക്കൽ ആയിട്ടുള്ള സപ്പോർട്ടുകൾ കൊടുക്കാന്ന്. അതായത് ഗ്രേറ്റർ ഫെസിലിറ്റി എഫിഷ്യൻസി കൊടുക്കാൻ. അതായത് ഇപ്പൊ നമ്മള് ടോക്കൺ ഡിസ്പ്ലേ ചെയ്യാം. അതുപോലെ തന്നെ ഓൺലൈൻ അപ്പോയിന്റ്മെന്റ്സുകൾ, അതുപോലെ തന്നെ ഓൺലൈൻ ഫീഡ്ബാക്കുകളൊക്കെ കൊടുക്കില്ലേ നമ്മള്. നേരത്തെ പറഞ്ഞില്ലേ നമ്മള് ഡോക്ടറെ കണ്ടു കഴിയുമ്പോൾ ചിലപ്പോ ഫീഡ്ബാക്ക് നമ്മുടെ ഫോണിൽ മെസ്സേജ് ഒക്കെ വരുന്നത്. അങ്ങനെയുള്ള ടെക്നോളജിക്കൽ ആയിട്ടുള്ള സപ്പോർട്ടുകൾ ഉപയോഗപ്പെടുത്താൻ. 6th പോയിന്റിൽ എന്താ പറയുന്നത്? സർവേ കൊടുക്കുമ്പോൾ അതിലൂടെ ഫീഡ്ബാക്ക് നമുക്ക് ലഭിക്കും പേഷ്യൻസിന്റെ. ആ ഫീഡ്ബാക്കിനെ അനലൈസ് ചെയ്യാം. അതായത് അനലൈസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നോക്കാവുന്നത് എവിടേക്കാണ് പോരായ്മകൾ വന്നിരിക്കുന്നത്. ആ പോരായ്മ നോക്കിയിട്ട് അതിനെ നമുക്ക് എന്താണോ ഇംപ്രൂവ്മെന്റ്സ് ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിൽ ഇംപ്രൂവ് ചെയ്യാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇംപ്രൂവ്മെന്റ്, പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യാനുള്ള മാർഗങ്ങളാണ് കേട്ടോ പറയുന്നത്. അതില് അടുത്തത് പറയുന്നത് ഡെവലപ്പ് റാപ്പോർട്ട്. ഡെവലപ്പ് റാപ്പോർട്ട് എന്ന് വെച്ചാൽ എന്താ? ഡെവലപ്പ് ചെയ്യാന്ന് വെച്ചാൽ വികസിപ്പിക്കുക. റാപ്പോർട്ട് എന്ന് വെച്ചാൽ എന്താ? മീൻസ് ഒരു ബന്ധം വികസിപ്പിക്കുക എന്ന്. ബന്ധം, ഒരു റിലേഷൻ എന്ന് പറഞ്ഞാൽ പേഷ്യന്റും ഡോക്ടറും തമ്മിലുള്ള ഒരു റിലേഷൻ വികസിപ്പിക്കുക. എന്താണ് അവിടെ പറയുന്നത് നോക്കാം കേട്ടോ. Fear often gets in the way of patients' ability to retain important clinical information, which includes self-care instructions. Practitioners who spend a few minutes engaging with the patients before starting their clinical treatment help set up a sense of a trust with their patients. എന്താണ് പറയുന്നത്? അതായത് പേഷ്യൻസിന് അവരുടെ ക്ലിനിക്കൽ ഇൻഫോർമേഷൻസ്, അവരുടെ ചികിത്സയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അവർക്കൊരു ഭയം ഉണ്ടാവും, ഒരു ഫിയർ ഉണ്ടാവും. അവരുടെ ട്രീറ്റ്മെന്റ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു രോഗത്തെ കുറിച്ചും ഒരു ഭയവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. സോ പ്രാക്ടീഷണേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡോക്ടേഴ്സ് who spend a few minutes engaging with the patients before starting their clinical treatment. അതായത് ഡോക്ടർ ട്രീറ്റ്മെന്റ് അതായത് ചികിത്സിക്കുന്നതിന് മുൻപായിട്ട് പേഷ്യൻസിനോട് ഒരു ഫ്യൂ മിനിറ്റ്സ് എൻഗേജ്ഡ് ആവാൻ. അതായത് അപ്പോൾ അവർക്ക് അവരുടെ ടെൻഷൻസും അല്ലെങ്കിൽ അവരുടെ രോഗത്തെ കുറിച്ചുള്ള ടെൻഷൻസ് ഒക്കെ കുറയ്ക്കാൻ സാധിക്കുന്നത്. അവർ കുറച്ചു നേരം ഒരു 1-2 മിനിറ്റ് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് കൺസൾട്ടേഷന് മുന്നായിട്ട് ഒരു ഫ്യൂ മിനിറ്റ്സ് പേഷ്യൻസിനോട് സംസാരിക്കുക. ക്ലിനിക്കൽ ട്രീറ്റ്മെന്റ് ഹെൽപ്പ് സെറ്റപ്പ് എ സെൻസ് ഓഫ് എ ട്രസ്റ്റ് വിത്ത് ദയർ പേഷ്യൻസ്. അപ്പൊ അവരോട് ഒരു ട്രസ്റ്റ്, ഒരു വിശ്വാസം കൂട്ടുന്നു. പേഷ്യൻസിന് ഡോക്ടേഴ്സിനോടുള്ള ഒരു വിശ്വാസമാണ് കൂടി വരുന്നത്. ബൈ റെഡ്യൂസിങ് ദെയർ പേഷ്യൻസ് ഫിയർ ഏർലി ഓൺ. അങ്ങനെ അവരുടെ ഒരു ഫിയർ, അവരുടെ പേടി കുറച്ച് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പൊ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നൊന്നും അറിയില്ല. എങ്കിലും ഇവിടെ പറയുന്നത് നമ്മൾ ചികിത്സയ്ക്ക് മുന്നായിട്ട് ഡോക്ടർ പേഷ്യൻസിനോട് ഒരു ഫ്യൂ മിനിറ്റ്സ് നേരം എൻഗേജ് ചെയ്യാൻ, അതായത് അവരുടെ രോഗത്തെ കുറിച്ചോ അങ്ങനെ എന്തെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ അവരുടെ ടെൻഷൻസിനെ കുറിച്ചൊക്കെ ചോദിച്ചറിയാൻ. അങ്ങനെ ചോദിക്കുമ്പോൾ അവരെ സംബന്ധിച്ചിട്ട് അവരുടെ ആ ഒരു ഭയം റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. On these healthcare professionals make sure that their patients are strengthened with the information they require to take charge of their own health. അല്ലെ? അപ്പൊ അങ്ങനെ അവരുടെ ആ ഒരു ഭയം കുറക്കുന്നതിലൂടെ രോഗികളുടെ ഒരു വിശ്വാസം സ്ഥാപിക്കാനായിട്ട് സാധിക്കും. ഡോക്ടർമാർക്ക് രോഗിയിലുള്ള ഒരു അല്ലെങ്കിൽ പേഷ്യൻസിന് ഡോക്ടേഴ്സിനുള്ള ഒരു വിശ്വാസം അവിടെ കൂടുതൽ ദൃഢമാക്കാൻ സാധിക്കുന്നു. അവരോട് ഇങ്ങനെ നമ്മളോട് ഇപ്പൊ ഭയങ്കര ആത്മാർത്ഥമായിട്ട് ഡോക്ടർ വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഡോക്ടറിനോട് ഒരു വിശ്വാസമൊക്കെ ഉണ്ടാവും, ഒരു ട്രസ്റ്റ് ഉണ്ടാവും നമുക്ക്, അല്ലെ? ആ ഒരു വിശ്വാസം കൂടി വരുന്നു. അല്ലെ? പിന്നെ പറഞ്ഞത് എന്താണ്? പിന്നെ നമ്മൾ പറഞ്ഞു നമ്മളിങ്ങനെ പേടി കുറക്കുന്നതിലൂടെ തന്നെ അവരുടെ ചുമതല, അതായത് ആരോഗ്യത്തിന്റെ കാര്യങ്ങൾ കൂടുതലായിട്ടും രോഗികളെ ഭയമൊക്കെ കുറച്ച് ആ പേഷ്യൻസിനെ കുറച്ചുകൂടി സ്ട്രെങ്തൻഡ് ആക്കാൻ കഴിയുമെന്ന്, അതായത് ശക്തിപ്പെടുത്താൻ പറ്റുമെന്ന്. അവരുടെ ടെൻഷൻസ് കാര്യങ്ങളൊക്കെ അവരോട് കുറച്ചു നേരം സംസാരിച്ച് കഴിയുമ്പോൾ ഒരു ഡോക്ടർ നമ്മളോട് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ആശ്വാസമല്ലേ? അപ്പൊ നമ്മുടെ രോഗത്തെ കുറിച്ച് അത് മെഡിസിൻ കഴിച്ചാലും മാറാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ അത് റെസ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ ഇത്ര ഇഞ്ചക്ഷൻസ് ഒക്കെ കഴിയുമ്പോൾ ഓക്കെ ആകും
എന്നൊരു ഡോക്ടർ പറയുമ്പോൾ നമ്മൾ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആയിരിക്കും? മറ്റൊരു വ്യക്തി പറയുന്നതിനേലും നമ്മൾ ഹൈലി സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ലേ? ആണോ? നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിനുള്ളിൽ ഒരു വിശ്വാസം വരും ഒരു ഡോക്ടർ പറയുമ്പോൾ ഇത് നമുക്ക് ചികിത്സിച്ച് മാറാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു മെഡിസിൻ കഴിച്ച് നമുക്ക് ഇത്ര ദിവസത്തെ ഇഞ്ചക്ഷനിലൂടെ നമുക്കത് മാറ്റിയെടുക്കാം ഒരു ഡോക്ടർ നമ്മളോട് പറയാനാണ്. അപ്പൊ എത്രത്തോളം നമുക്ക് വിശ്വാസം ഉണ്ടാവുക ഡോക്ടറിനോട്, അല്ലെ? ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അതായത് ഡോക്ടറും പേഷ്യന്റും തമ്മിലുള്ള ഒരു ബന്ധം സ്ഥാപിക്കുക. ഓക്കെ, ക്ലിയർ ആയോ? ഇത് ഈ ഒരു രീതിയിൽ പറഞ്ഞു തരാൻ പറ്റുന്നുള്ളൂ കേട്ടോ. മാക്സിമം ഞാൻ നിങ്ങളുമായിട്ട് നിങ്ങളുടെ ഓൺ എക്സ്പീരിയൻസ് ആയിട്ടൊന്ന് കണക്ട് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. കാരണം ഇതിലെ വേർഡ്സുകളും സെന്റൻസുകളും നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് വായിച്ചത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള അനുഭവമായിട്ടൊന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് വായിക്കുമ്പോ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കാം. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ് നോക്കാം. മേക്ക് ഇറ്റ് പേഴ്സണൽ. വ്യക്തിഗതമാക്കാൻ. പേഴ്സണൽ എന്താണ് വ്യക്തിഗതമാക്കുക നോക്കാം. ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് who try to keep eye contact with their patients rather than vaguely looking at the computer screens and charts display their dedication to the patients. അല്ലേ, നമുക്കറിയാം ഇത് നമുക്ക് പലപ്പോഴും അനുഭവമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് പേഷ്യൻസുമായിട്ട് ഡോക്ടേഴ്സിന് ഒരു ഐ കോണ്ടാക്ട് ഉണ്ടായിരിക്കണം. അതായത് ഇപ്പൊ നമുക്കറിയാം പഴയ കാലഘട്ടങ്ങളിലാണെങ്കിൽ ചാർട്ട് അല്ലെ, ഓരോരുത്തർക്കും ഓരോ ചാർട്ട് ഫയൽ ഉണ്ടാവും ഓരോ പേഷ്യന്റിനും. അപ്പോ ചില ഡോക്ടേഴ്സ് നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കുകൊണ്ട് അങ്ങനെയുള്ള ഡോക്ടേഴ്സിനെയൊക്കെ ചില ഡോക്ടേഴ്സേ നമ്മൾ ഡോക്ടറിന്റെ റൂമിലേക്ക് ചെന്നു നമ്മൾ അസുഖമൊക്കെ പറഞ്ഞു ചിലപ്പോൾ ഡോക്ടർ നമ്മുടെ ഫേസിലോട്ട് നോക്കിയിട്ടുണ്ടാവില്ല, ടെലസ്കോപ്പ് വെച്ചൊന്നും പരിശോധിക്കുക പോലും ചെയ്യില്ല. ഡോക്ടർ മുമ്പിട്ടിരുന്നുണ്ട് മെഡിസിൻ എഴുതുന്നത്. മെഡിസിൻ എഴുതിയേ അപ്പൊ തന്നെ നമ്മുടെ കൺസൾട്ടേഷൻ ഒരു 5 മിനിറ്റ് വേണ്ടായിരിക്കും ചിലപ്പോ, അല്ലെ? അങ്ങനെയുള്ള ഡോക്ടേഴ്സ് ഉണ്ട് ഒരു ഐ കോണ്ടാക്ട് ഇല്ലാതെ നോക്കുന്നവര്. അതുപോലെ തന്നെ ഇപ്പൊ കമ്പ്യൂട്ടർ ആണല്ലോ, ഇപ്പൊ നമ്മളെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആയതുകൊണ്ട് തന്നെ ഡോക്ടറിന്റെ ഫ്രണ്ടിലും ഒരു കമ്പ്യൂട്ടർ ഉണ്ടാകും. അപ്പൊ ഡോക്ടർ എന്ത് ചെയ്യും? ഈ കമ്പ്യൂട്ടറിൽ തന്നെ ആയിരിക്കും നോക്കുന്നത്, അല്ലെ? കമ്പ്യൂട്ടറിൽ നമ്മളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദെൻ കമ്പ്യൂട്ടറിൽ തന്നെ നോക്കിയിരുന്നോണ്ട് നമ്മളോട് ഇങ്ങനെ ചോദിക്കും. ചിലപ്പോൾ നമ്മളുടെ നേരെ നമ്മൾക്ക് ഒരു ഐ കോണ്ടാക്ട് ഒന്നും ഉണ്ടാവില്ല. നമ്മളോട് ചോദിക്കും എപ്പോഴാണ് അസുഖം തുടങ്ങിയത്, അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ സിറ്റുവേഷൻ ഒക്കെ ചോദിച്ചിട്ട് ആള് സിസ്റ്റത്തിൽ ടൈപ്പ് ചെയ്യണമായിരിക്കും, അല്ലെ? അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കുറെ ഡോക്ടേഴ്സ് അങ്ങനെയുള്ളവരുണ്ട്, അല്ലാതെ ഐ കോണ്ടാക്ട് ഉള്ളവരുണ്ട്. നിങ്ങളുടെ അനുഭവം എങ്ങനെയാണ്? ഇങ്ങനെയുള്ളവരുണ്ടോ? ഐ കോണ്ടാക്ട് ഇല്ലാതെ പ്രിസ്ക്രിപ്ഷൻ എഴുതുന്ന ഡോക്ടേഴ്സ് ഉണ്ടോ? ആർക്കില്ല? എല്ലാവർക്കും നല്ല അനുഭവമാണ്. ഉണ്ട് അല്ലെ? പല ഡോക്ടേഴ്സും അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ ഇവിടെ പറയുന്നത് അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നോക്കാം. അപ്പൊ പറയുന്നത് കമ്പ്യൂട്ടർ സ്ക്രീൻസിലും ചാർട്ടിലൊക്കെ നോക്കിയിട്ടാണ് അവര് അപ്പൊ ഒരു ഐ കോണ്ടാക്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഡെഡിക്കേഷൻ ആണ്, പേഷ്യന്റിനോടുള്ള ഒരു ഡെഡിക്കേഷൻ ആണ്. ഡോക്ടേഴ്സ് നമ്മളുടെ കണ്ണിൽ നോക്കി സംസാരിക്കുക, നമ്മളുടെ കാര്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുക, അല്ലാതെ ജസ്റ്റ് കമ്പ്യൂട്ടറിൽ മാത്രം നോക്കിക്കൊണ്ട് ടൈപ്പ് ചെയ്യുകയല്ല വേണ്ടത്, നമ്മളോട് കാര്യങ്ങൾ ചോദിച്ചറിയുക, അല്ലെ? അതുപോലെ ചില ഡോക്ടേഴ്സ് ഉണ്ടോ നല്ല രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പരിശോധന നടത്തുന്നവര്, അല്ലെ? അതായത് ഒരു പേഷ്യന്റിനെ തന്നെ കാണണമെങ്കിൽ ഒരു അരമണിക്കൂറോളം ചിലപ്പോൾ ഒരു പേഷ്യന്റിന് വേണ്ടിയൊക്കെ ചെലവിടുന്ന ഡോക്ടേഴ്സ് ഉണ്ട്. അതാണ് അവരുടെ ഡെഡിക്കേഷൻ എന്ന് പറയുന്നത്, അല്ലെ? ആണോ? 2 മിനിറ്റ് കൊണ്ട് 2 സെക്കൻഡ് കൊണ്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നുമോ? നമുക്ക് ഒട്ടും തോന്നില്ല, അല്ലെ? പക്ഷെ നല്ല രീതിയിൽ നമ്മളുടെ കാര്യങ്ങളൊക്കെ നോക്കി ഒരു അരമണിക്കൂർ മാക്സിമം ഒരു 20 മിനിറ്റ് എങ്കിലും ഒരു പേഷ്യന്റിനെ ചെലവഴിക്കുകയാണെങ്കിൽ അതാണ് നമ്മുടെ ഡോക്ടറിന്റെ ഡെഡിക്കേഷൻ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. Some practitioners may select to have a medical scribe in the room for this very reason, which allows to them listen to with their eyes. ഐ കോണ്ടാക്ട് നമുക്ക് ഒരു പേഷ്യന്റിന്റെ കണ്ണിലൂടെ സംസാരിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി ചില ഡോക്ടേഴ്സ് അവരുടെ റൂമിൽ ഒരു മെഡിക്കൽ സ്ക്രൈബിനെ നിർത്തുന്നത്, അതായത് ഒരു അസിസ്റ്റന്റ് പോലെ മെഡിക്കൽ സ്ക്രൈബ്. ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അങ്ങനെ കണ്ടിട്ടുണ്ടോ നിങ്ങള് മെഡിക്കൽ സ്ക്രൈബിനെ നിർത്തുന്നത്? ഓക്കെ, ഇത് തോന്നുന്നത് കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളിലൊക്കെയാണ് മെഡിക്കൽ സ്ക്രൈബ് ഒക്കെ ഉണ്ടാകും. അതായത് അപ്പൊ ഡോക്ടേഴ്സിന് അതായത് മെഡിക്കൽ സ്ക്രൈബ് എന്ന് ഉദ്ദേശിക്കുന്നത് ട്രെയിനീസ് ആയിട്ടുള്ള ഹൗസ് സർജൻ ഡോക്ടേഴ്സ് ഒക്കെ ആയിരിക്കും. മെഡിക്കൽ ക്യാമ്പുകളൊക്കെ അറിയണമല്ലോ, വെറുതെ ഒരാളെ പിടിച്ചിട്ട് മെഡിക്കൽ സ്ക്രൈബ് ആയിട്ട് നിർത്തിക്കൊണ്ട് കാര്യമില്ല. നമ്മളുടെ ടേംസും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്ന ഒരാളായിരിക്കണം. അതാണ് മെഡിക്കൽ സ്ക്രൈബ് എന്ന് പറയുന്നത്. ഇതിപ്പോ മെഡിക്കൽ സ്ക്രൈബ് മെഡിക്കൽ കോഡിംഗ് എന്നൊക്കെ പറഞ്ഞുള്ള കോഴ്സുകളൊക്കെ ഉണ്ട്, അറിയാലോ? അറിയോ അതിനെ കുറിച്ച്? അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ ഇന്ന് ലഭ്യമാണ്, അല്ലെ? നമുക്ക് പഠിക്കാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഒക്കെ ഉണ്ട്. അതായത് മെഡിക്കൽ ടേമുകൾ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പോ ഡോക്ടേഴ്സിന്റെ റൂമിൽ ഒരു മെഡിക്കൽ സ്ക്രൈബിനെ അവർ ഏർപ്പാടാക്കിയിട്ടുണ്ടാകും. അതുപോലെ ട്രെയിനീസ് ആയിട്ടുള്ളവരും അങ്ങനെയുള്ളവരൊക്കെയാണ്. അപ്പോ ഡോക്ടർക്ക് പേഷ്യൻസിനോട് ഡീറ്റെയിൽ ആയിട്ട് ഒരു ഐ കോണ്ടാക്ട് വെച്ചിട്ട്
ലിസൺ വിത്ത് ദെയർ ഐസ്, അവരുടെ കണ്ണിലൂടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനും പറ്റും. അതുപോലെ ഡോക്ടർ അവർ പറയുന്ന പേഷ്യന്റ് പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യും, ഈ മെഡിക്കൽ സ്ക്രൈബ് അത് നോട്ട് ചെയ്ത് വെക്കും. അപ്പൊ ഡോക്ടറിന് ഡീറ്റെയിൽ ആയിട്ട് പേഷ്യൻസിനോട് ചോദിക്കാനും പറ്റും. കൂടെ നിൽക്കുന്ന ഹെൽപ്പ് ചെയ്യുന്ന ആള് അല്ലെങ്കിൽ മെഡിക്കൽ സ്ക്രൈബ് കൃത്യമായിട്ടും ഈ പേഷ്യൻസ് പറയുന്ന വിവരങ്ങൾ അവർ എഴുതിയെടുക്കുകയും ചെയ്യും. ഡോക്ടർ അത് ക്രോഡീകരിച്ചിട്ട് അതിനുള്ള മെഡിസിൻസും കാര്യങ്ങളായിരിക്കും ഡോക്ടർ എഴുതുന്നത്. ഓക്കെ. While the scribe takes notes, saying the patient's name also helps individualize and personalize the patient experience. Like thus asking questions like what matters you? എന്താണ് പറയുന്നത്? അതായത് ഇപ്പൊ എന്താണ് നിങ്ങൾക്ക് എന്താണ് പ്രാധാന്യം എന്നപോലുള്ള ചോദ്യങ്ങൾ. ഇപ്പൊ എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ അസുഖത്തെ കുറിച്ച് ഇപ്പൊ നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ആ ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളും, ഇപ്പൊ പേഷ്യന്റിന്റെ പേര്, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ണിലൂടെ ഒരു ഐ കോണ്ടാക്ടിലൂടെ ഡോക്ടർക്ക് ചോദിക്കാം. അപ്പോൾ അതിനനുസരിച്ചുള്ള അവരുടെ പേഷ്യന്റിന്റെ ആൻസേഴ്സ് ഈ മെഡിക്കൽ സ്ക്രൈബ് എന്ത് ചെയ്യും, അത് നോട്ട് ചെയ്ത് വെക്കും. അപ്പൊ ഡോക്ടറിന് രണ്ടും കൂടി ചെയ്യുന്ന കാര്യം വരുന്നില്ലാണ്. ഓക്കെ, ഇതാണ് മേക്ക് ഇറ്റ് പേഴ്സണൽ പറയുന്നത്. ഒരു ഐ കോണ്ടാക്ട് ഡോക്ടറും പേഷ്യന്റും തമ്മിൽ ഉണ്ടായിരിക്കണം. അത് ഡോക്ടർ പേഷ്യൻസിനോട് ചെയ്യുന്ന ഒരു ഡെഡിക്കേഷൻ ആണ്. നമുക്ക് എല്ലാവർക്കും അനുഭവമുള്ള ഒരു കാര്യമില്ലേ അത്. ചില ഡോക്ടേഴ്സ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു പലവർക്കും പല എക്സ്പീരിയൻസ് ഉണ്ടാകും. നല്ല ഡോക്ടേഴ്സിന്റെ എക്സ്പീരിയൻസ് ഉണ്ടാകും. അതുപോലെ ഇതുപോലെ പെട്ടെന്ന് ഭയങ്കര ധൃതിയിൽ സ്പീഡപ്പ് ആയിട്ട് ഓരോ പേഷ്യൻസിന് ഒറ്റ ചിലപ്പോ ഒരു മണിക്കൂർ കൊണ്ടൊരു 50 പേഷ്യൻസിനെ വരെ കവർ ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ടാകാം അല്ലെ. സ്പീഡിലായിട്ട് കാര്യങ്ങൾ പടപടാന്ന് എഴുതി പോകുന്ന ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ മെഡിക്കൽ സ്ക്രൈബിനെ വെക്കുന്നത് എന്തുകൊണ്ടും നല്ലൊരു കാര്യമാണ് അല്ലെ. ആരെങ്കിലും അങ്ങനെ കണ്ടിട്ടുണ്ടോ മെഡിക്കൽ സ്ക്രൈബിനെ വെച്ചിട്ടുള്ള ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയിട്ടുണ്ടോ ആരെങ്കിലും? ആരും പോയിട്ടില്ല? മറ്റു ഡോക്ടർ മാത്രമുള്ളവർ മാത്രം പോയിട്ടുള്ളൂ? സ്ക്രൈബിന് നിങ്ങൾ ആരും അത് എല്ലാ ഹോസ്പിറ്റലുകളും അവൈലബിൾ ആയിരിക്കണം ഇല്ല കേട്ടോ സ്ക്രൈബുകളെ. കുറച്ച് ഉണ്ട്, കണ്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ചിലപ്പോ അറിവില്ലാത്തവരുണ്ടാകാം കേട്ടോ. അതുപോലെ കണ്ടിട്ടില്ല എല്ലാ ഹോസ്പിറ്റലുകളിലും സ്ക്രൈബ് ഉണ്ടാവണമെന്നില്ല കേട്ടോ. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. വായിച്ചു നോക്കാം. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയല്ലേ എന്നൊന്ന് നോക്കാം. വായിച്ചോ? മേക്ക് ഇറ്റ് പേഴ്സണൽ. ഓക്കെ, വായിച്ചിട്ട് മനസ്സിലായോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? നമ്മള് നമ്മളുടേതായിട്ടുള്ള അനുഭവങ്ങളായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, then നെക്സ്റ്റ് നോക്കാം. എഡ്യൂക്കേറ്റ് ദ പേഷ്യന്റ്. രോഗിയെ ബോധവൽക്കരിക്കുകയാണ്. അതായത് രോഗിയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നൊക്കെയുള്ളൊരു മീനിങ് നോക്കാം. Receiving a new diagnosis or an update to an existing one can be fearsome.
അല്ലെ? ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചിട്ട് ആ പേഷ്യൻസിന്റെ ഒരു പുതിയ രോഗനിർണയം, ആ പേഷ്യൻസിന് ഒരു രോഗമുണ്ടെന്ന് കണ്ടുപിടിച്ചു ടെസ്റ്റിലൂടെ, അല്ലെങ്കിൽ അപ്ഡേറ്റ് ടു ആൻ എക്സിസ്റ്റിംഗ് വൺ ക്യാൻ, അതായത് നിലവിലുള്ളൊരു ഒരു രോഗത്തിന്റെ അപ്ഡേറ്റ്, അതിന്റെ ഒരു എന്താ പറയാ സ്ഥിരീകരിക്കുന്നത്, രോഗനിർണയം സ്ഥിരീകരിക്കുകയോ നിലവിലുള്ള ഒരു രോഗത്തിന് വേറെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുകയോ ചെയ്യുന്നത് ഒരു പേഷ്യൻസിനെ സംബന്ധിച്ചിട്ട് ഒരു ഭയാനകമായിട്ടുള്ള കാര്യമാണ്, അല്ലെ? ഇപ്പൊ നമ്മൾ ബ്ലഡ് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തു, അപ്പൊ എന്തെങ്കിലും കുറച്ച് മേജർ ആയിട്ടുള്ള ഒരു അസുഖമാണെന്നൊക്കെ കണ്ടുപിടിക്കുമ്പോൾ അത് നമുക്ക് രോഗിയോട് പറയാനായിട്ട് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പറയണം എന്തായാലും നമ്മൾ തുറന്ന് പറയും ഡോക്ടേഴ്സ്, പക്ഷെ അതൊരു ഭയാനകമാണ്. പേഷ്യൻസിനെ സംബന്ധിച്ചോളം അവരുടെ ഉള്ളിൽ ഒരു ഭയങ്കര ടെൻഷൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെ? നമ്മൾ തന്നെ റിസൾട്ടുകളൊക്കെ, ബ്ലഡ് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ കൊടുക്കും, അതിന്റെ റിസൾട്ട് വരുന്ന ടൈമില് എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടാവില്ലേ? ഉണ്ടാവോ? കൂളായിട്ടാണ് ഇരിക്കുന്നത് എല്ലാവരും? ടെൻഷൻ ഉണ്ടാവോ? അറ്റ്ലീസ്റ്റ് ഒരു ബ്ലഡ് ടെസ്റ്റ് എന്തെങ്കിലും ചെയ്യുമ്പോൾ ദൈവം എന്തായിരിക്കും അതിന്റെ റിസൾട്ട് എന്നുള്ള ചെറിയൊരു ടെൻഷനും കാര്യങ്ങളും നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകും, അല്ലെ? അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അതായത് നമുക്ക് നമ്മളൊരു രോഗം കണ്ടുപിടിക്കുമ്പോഴോ അത് നമുക്ക് എന്താണ് ഒരു ഭയം ഉണ്ടാവുന്നത്. Use of non-medical language and teach-back methods help to improve communication and increase patients' grasping of their health condition. Non-medical language അല്ലെങ്കിൽ teach-back method. എന്താ non-medical language എന്ന് ഉദ്ദേശിക്കുന്നത്? Non-medical language അതായത് ഈ ഡോക്ടേഴ്സ് മെഡിക്കൽ ലാംഗ്വേജിൽ അല്ലാതെ ഒരു ഇൻഫോർമൽ ആയിട്ട് നല്ല രീതിയിൽ പേഷ്യൻസിനോട് സംസാരിക്കാം. ഇപ്പോ അസുഖത്തിനുള്ളൊരു മേജർ ആയിട്ടുള്ള എന്തെങ്കിലും അസുഖമൊക്കെ ആണെങ്കിൽ അത് ഡോക്ടേഴ്സ് കുറച്ചും കൂടി ഒരു എന്താ പറയാ ഒരു ഫ്രീലി മൈൻഡഡ് ആയിട്ട് പേഷ്യൻസിനോട് സംസാരിക്കാം, മെഡിക്കൽ ലാംഗ്വേജിൽ അല്ലാതെ ഒരു ഇൻഫോർമൽ ആയിട്ട് സംസാരിക്കാം. അതുപോലെ ടീച്ച് ബാക്ക് മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് തന്നെ അവരുടെ അനുഭവങ്ങൾ നമ്മളോട് പറയാനായിട്ടുള്ള ഒരു അവസരം കൊടുക്കാം പേഷ്യൻസിന്. സോ അങ്ങനെ കൊടുക്കുമ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ പേഷ്യൻസിന് അവരുടെ ഹെൽത്ത് കണ്ടീഷൻസ് നല്ല രീതിയിൽ ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നു, അവരുടെ അസുഖത്തെ കുറിച്ച് അവർക്ക് കുറച്ചുകൂടി മനസ്സിലാക്കിയെടുക്കാൻ പറ്റുമെന്ന്. ഡോക്ടർ ഇങ്ങനെ മെഡിക്കൽ ലാംഗ്വേജിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് യാതൊരു ഐഡിയയും കിട്ടില്ല. മെഡിക്കൽ പരമായിട്ടുള്ള മെഡിക്കൽ പേരുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില അസുഖങ്ങളുടെ പേര് കേട്ടാൽ തന്നെ നമുക്ക് പറയാൻ പോലും പറ്റാത്ത പേരുകളാണ്, അല്ലെ? അപ്പോ അങ്ങനെയുള്ള ഒരു മെഡിക്കൽ ലാംഗ്വേജ് ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ അതൊരു ഇൻഫോർമൽ ആയിട്ടുള്ള രീതിയിൽ പേഷ്യൻസിന് അത് പറഞ്ഞൊന്ന് മനസ്സിലാക്കുക, അവരൊന്ന് ബോധവൽക്കരിക്കുക. എന്നതാണ് നിങ്ങളുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ട് പേഷ്യൻസിനെ ബോധവൽക്കരിക്കുക. Then providing patient with a written documentation that they can take home with them is also important and will help further lessen feelings of confusion or unease. നിങ്ങൾ എന്താണ് പറയുന്നത്? അതായത് നമ്മള് പേഷ്യൻസിന് നമ്മള് അതുപോലെ ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇൻഫോർമൽ ആയിട്ടുള്ള രീതിയിൽ പേഷ്യൻസിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരുടെ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാം. അതുപോലെ തന്നെ രോഗികൾക്ക് അവരോടൊപ്പം വീട്ടിലോട്ട് കൊണ്ടുപോകാനായിട്ട് രേഖാമൂലമുള്ള നമ്മളുടെ ഡോക്യുമെന്റ്സ് കൊടുക്കാറ്. അതായത് ടെസ്റ്റ് റിപ്പോർട്ടുകളില്ലേ, അതിന്റെ പല റിസൾട്ടുകൾ ആ റിപ്പോർട്ടുകളും പേഷ്യൻസിന് കൊടുത്തു വിടുകയാണ്. അവരുടെ അസുഖങ്ങളെ കുറിച്ചുള്ള അവർക്ക് അറിയണമല്ലോ. അപ്പൊ അതിന്റെ ഡോക്യുമെന്റേഷൻസും മറ്റു കാര്യങ്ങളും പേഷ്യൻസിന് വീട്ടിലേക്ക് കൊടുത്തു വിടുക. അപ്പൊ അങ്ങനെ കൊടുത്തു വിടുമ്പോൾ അവർക്ക് അവരുടെ കാര്യങ്ങൾ തന്നെ മനസ്സിലാക്കാൻ, ആ റിസൾട്ട് നോക്കിയിട്ട് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ റിസൾട്ടിന്റെ ഒരു കോപ്പി പേഷ്യൻസിന് കൊടുത്തു വിടാം. Generate a positive patient experience by teaching the patient about their health and how to nature it, helping the patient understand how their body works and why making certain choices can enhance or detract from their health gives them informed agency over their bodies. അതായത് രോഗികളെ പേഷ്യൻസിന് അവരുടെ ആരോഗ്യത്തെ കുറിച്ചും അവരുടെ ഒരു പക്വത പ്രാപിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയാ ഒരു ഇമേച്ചർ മീൻസ് ഒരു പക്വത പ്രാപിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ രോഗങ്ങളെ കുറിച്ച് ഒരു അറിവ് കൊടുക്കുക. അങ്ങനെ നമ്മൾ അറിവും കൂടി കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു അനുഭവം അവർക്ക് സൃഷ്ടിക്കാനായിട്ട് സാധിക്കുന്നത്. യാതൊരു അറിവില്ലാണ്ട് ഒരസുഖത്തെ കുറിച്ച് അവർക്കൊന്നും അറിയില്ല, അങ്ങനെയാണെങ്കിൽ അവരുടെ മാനസികാവസ്ഥ അറിയാലോ നിങ്ങൾക്ക്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, അവർക്ക് പേഷ്യൻസിന് അവരുടെ ഹെൽത്തിനെ കുറിച്ചിട്ടുള്ളൊരു പക്വത കൊടുക്കാറ് മീൻസ് ഒരു അറിവ് കൊടുക്കുക. ഹെൽപ്പിംഗ് ദ പേഷ്യന്റ് അണ്ടർസ്റ്റാൻഡ് ഹൗ ദെയർ ബോഡി വർക്ക്സ് ആൻഡ് why making certain choices can enhance their detract from their health gives them informed agency over their bodies.
സോ രോഗിയുടെ ശരീരം എങ്ങനെ പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സഹായിക്കുന്നത്. അതായത് ഇങ്ങനെ ചില പേഷ്യൻസിന് അവരുടെ അസുഖത്തെ കുറിച്ച് ഭയങ്കര ടെൻഷൻസ് കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ അവര് മറ്റുള്ളവരോട് ഭയങ്കര ദേഷ്യമൊക്കെ ആയിരിക്കും എപ്പോഴും പ്രകടിപ്പിക്കുന്നത്. കാരണം അവരുടെ മാനസികമായിട്ടും ആ ഒരു അസുഖത്തെ കുറിച്ചിട്ടുള്ള അവരുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങളാണ് അത്. സോ അപ്പോ നമുക്ക് എന്താ അവിടെ പറയാൻ പറ്റുന്നത്? They feel like the hospital is their partner in health instead of another person telling them what they should be doing differently. അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനോ അല്ലെങ്കിൽ കുറയ്ക്കാനോ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ അവരുടെ ശരീരത്തെ കുറിച്ചുള്ള അറിവുകൾ, ആ പേഷ്യൻസിനെ കുറിച്ചിട്ടുള്ള അറിവുകൾ, പേഷ്യൻസിന്റെ അസുഖം അല്ലെ, പേഷ്യൻസിന്റെ അസുഖത്തെ കുറിച്ചിട്ടുള്ള ഒരു അറിവുകള് മറ്റൊരാൾ പറയുന്നതിന് പകരം ഹോസ്പിറ്റല് അവരുടെ ആരോഗ്യത്തില് ഒരു പങ്കാളിയാണെന്ന് അവർക്ക് തോന്നുന്നു. കാരണം ഹോസ്പിറ്റലിൽ അത്രയും പ്രാധാന്യം ആ ഒരു പേഷ്യന്റിന് കൊടുക്കുന്നു എന്നുള്ളൊരു തോന്നൽ അവരിൽ ഉണ്ടാക്കണം. അവരിൽ അറിവ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നല്ല രീതിയിൽ അവരോട് ബിഹേവ് ചെയ്യുന്നത്. അതായത് നമ്മള് പേഷ്യന്റിന് മനസ്സിലാകുന്ന രീതിയിൽ മെഡിക്കൽ ലാംഗ്വേജിൽ അല്ലാതെ നല്ലൊരു ഇൻഫോർമൽ ആയിട്ടൊക്കെ സംസാരിക്കുന്നത്. അപ്പൊ പേഷ്യന്റിന് അത് ഫീൽ ചെയ്യണം എന്ന് ഹോസ്പിറ്റലുകാര് അല്ലെങ്കിൽ നമ്മളോട് എന്റെ ട്രീറ്റ്മെന്റിൽ നല്ലൊരു സപ്പോർട്ടീവാണ് അവർ എടുക്കുന്നത് അല്ലെ, എന്റെ ആരോഗ്യത്തില് എന്റെ ഹെൽത്ത് കണ്ടീഷനില് ആ ഹോസ്പിറ്റല് പരമാവധി അവർക്ക് ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെന്റ്സ് ആ ഹോസ്പിറ്റല് എടുക്കുന്നുണ്ടെന്നുള്ളൊരു തോന്നല്, ആ ഒരു ഫീലിംഗ്സ് പേഷ്യൻസിന് ഉണ്ടാക്കണം. ഓക്കെ, ഇത്രയുമാണ് എഡ്യൂക്കേറ്റ് ദ പേഷ്യൻസിൽ പറയുന്നത്. മെയിൻ ആയിട്ട് പറയുന്നത് ഡോക്ടേഴ്സ് ഒരു അസുഖം കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് മെഡിക്കൽ ലാംഗ്വേജിൽ അല്ലാതെ നല്ലൊരു രീതിയിൽ പേഷ്യൻസിനോട് പേഴ്സണൽ ആയിട്ടൊക്കെ ഒന്ന് സംസാരിക്കുക, അവരുടെ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ചിട്ട് അവരെ ഒന്ന് ബോധവാന്മാരാക്കി കൊടുക്കുക. അതുപോലെ തന്നെ എന്താണ്, പേഷ്യൻസിന് ഒരു ഫീൽ ഉണ്ടാക്കുക, തങ്ങളുടെ നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ് എനിക്ക് നൽകുന്നത്, അവരുടെ മാക്സിമം ആ ഹോസ്പിറ്റലും അതുപോലെ ഡോക്ടറും നല്ലൊരു എനിക്ക് വേണ്ടിയിട്ട് അവര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളൊരു തോന്നലും കൂടി പേഷ്യൻസിന് ഉണ്ടാക്കി കൊടുക്കുക. ഓക്കെ, ഇത് വായിച്ചു നോക്കാം കേട്ടോ. എഡ്യൂക്കേറ്റ് ദ പേഷ്യന്റ് വായിക്കാം. പിന്നെ നമുക്ക് ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഒരു 8 പോയിന്റ്, 7-8 പോയിന്റ് കൂടി വരുന്നുണ്ട്. അത് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഒരുപാട് എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. കുറച്ച് ബോറിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് അല്ലെ. ഓക്കെ, പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതെങ്ങനെയാണ് നമുക്കത് വേറൊരു രീതിയിൽ ഇതിൽ കൂടുതൽ എക്സ്ട്രാ പറയാനൊന്നുമില്ല. ആ എക്സാക്ട് പോയിന്റ് മാത്രം നമുക്കത് വിശദീകരിക്കാനുള്ളൂ. അത് നമ്മളുടേതായിട്ടുള്ള അനുഭവങ്ങളുമായിട്ടും കൂടി കുറച്ചൊന്ന് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നല്ലപോലെ വായിക്കാമല്ലോ നിങ്ങൾ. 2-3 പ്രാവശ്യം ഒന്ന് വായിക്കാം. ദെൻ അടുത്ത ക്ലാസ്സോട് കൂടി ഒരു ചാപ്റ്റർ നമുക്ക് അവസാനിക്കും. അപ്പോ അതിനുശേഷം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അടയാളപ്പെടുത്തി വെക്കാം, പഠിക്കേണ്ടതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പോയിന്റ്സുകൾ. ഓക്കെ, റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ, മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക്? എന്ത് പറ്റി റെസ്പോൺസ് ഒന്നും ഇല്ലാണ്ടിരിക്കുന്നത്? മനസ്സിലാവുന്നുണ്ട് മാഡം. അപ്പോ ഇനി 8 പോയിന്റും കൂടി ഉണ്ട്. എന്തായാലും അത് നമുക്കിപ്പോ തീർക്കാൻ പറ്റില്ല. അടുത്ത ക്ലാസ്സിൽ ആ ഒരു 8 പോയിന്റ് കൂടി പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു പോകാം. ഓക്കെ, അപ്പോ നന്നായിട്ട് എഫോർട്ട് വായിക്കാം കേട്ടോ. മാഡം എനിക്ക് വയ്യാത്തോണ്ടാണോ മിണ്ടാത്തത് മാഡം? ഓക്കെ, താങ്ക് യു ഓൾ.
Thank you, Miss. Thank you, Miss. താങ്ക് യു മിസ്.